പണപ്പെരുപ്പ് നിരക്കിൽ ഗണ്യമായ കുറവ് രേഖപ്പെടുത്തിയതോടെ റിപ്പോ നിരക്കിലും കുറവ് വരുത്തി RBI. 0.5% കുറച്ച് റിപ്പോ നിരക്ക് 5.25% നിശ്ചയിച്ചു. പണപ്പെരുപ്പ് നിരക്ക് 4% താഴെ നിലനിർത്താനായത് അനുകൂല ഘടകമായി. പുതുക്കിയ നിരക്ക് ഉടൻ പ്രാബല്യത്തിൽ വരും. പണപ്പെരുപ്പ് നിരക്കിൽ കൃത്യമായ നിയന്ത്രണം നടപ്പാക്കാനായതാണ് റിപ്പോ നിരക്കിൽ കുറവ് വരുത്താൻ കാരണം. അടിസ്ഥാന പണപ്പെരുപ്പ് നിരക്ക് 4% താഴെ തുടരുകയാണ്. ഈ സാഹചര്യത്തിലാണ് റിപ്പോ നിരക്ക് 0.5% കുറച്ച് 5.25 ആയി നിശ്ചയിച്ചത്. റിസർവ് ബാങ്കിന്റെ മോണിറ്ററി പോളിസി കമ്മിറ്റി ഐക്യകണ്ഠേനയാണ് തീരുമാനമെടുത്തതെന്ന് ഗവർണർ. റിസർവ് ബാങ്കിന്റെ ധനനയ കമ്മിറ്റി ഐക്യകണ്ഠേനയാണ് തീരുമാനമെടുത്തത്. The MPC met on the 3rd, 4th and 5th of December to deliberate and decide on the policy repo rate. After a detailed assessment of the evolving macroeconomic conditions and the outlook, the MPC voted unanimously to reduce the policy repo rate by 25 basis points to 5.25% with immediate effect. I repeat, the MPC voted unanimously to reduce the policy repo rate by 25 basis points. നടപ്പ് സാമ്പത്തിക വർഷത്തെ GDP വളർച്ച 7.3% എന്ന് കണക്കാക്കുന്നുണ്ട്. രൂപയുടെ മൂല്യമുയർത്തുന്നതിന്റെ ഭാഗമായി 2 പ്രത്യേക നടപടികളും RBI സ്വീകരിക്കും. ബാങ്കുകളിൽ നിന്ന് $5 ബില്യൺ ഈ മാസം RBI വാങ്ങും. പിന്നീട് ഡോളർ തിരികെ നൽകി ബാങ്കുകളിൽ നിന്ന് പണം സ്വീകരിക്കും. രൂപയുടെ വിനിമയം വർദ്ധിപ്പിക്കുന്നതിനും ഈ നടപടി സ്വീകാര്യമാകും. രൂപയുടെ മൂല്യം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി 1 ലക്ഷം കോടി രൂപയുടെ സർക്കാർ ഓഹരികളും RBI വാങ്ങും. $686.2 ബില്യൺ വിദേശ നിക്ഷേപ കരുതലാണ് നിലവിൽ ഭാരതത്തിനുള്ളത്. പുതിയ റിപ്പോ നിരക്ക് ഉടൻ നിലവിൽ വരുമെന്നും RBI ഗവർണർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് ജനം.